ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇത്രയും കാലം മാനസയ്ക്ക് വരുണിനെ കൂട്ടുപിടിച്ച് കൃഷിനെയും കൺമണിയെയും ഇല്ലാതാക്കണമായിരുന്നു. എന്നാൽ വരുണിനെ നൈസാക്കി ഒഴിവാക്കിക്കൊണ്ട് മാനസ് ഇപ്പോൾ രാഹുലിനെയും ബലരാമനെയും ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അവരെ വെച്ചുകൊണ്ടാണ് മാനസിയും ജയമോഹനും ഇപ്പോൾ കൃഷിനെയും കൺമണിക്കെതിരെയും കളിക്കുന്നത്. എന്നാൽ മാനസ തന്നെ ഒഴിവാക്കിയത് വരുണിന് നല്ല വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്തായാലും ചോദ്യം ചെയ്യണമെന്ന് പറഞ്ഞ് വരുൺ അങ്ങനെ മാനസയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. ഒട്ടും തന്നെ തൻ്റെ ഉള്ളിലുള്ള ദേഷ്യം മറച്ചു പിടിക്കാതെ തന്നെയാണ് വരുൺ മാനസയോട് ദേഷ്യപ്പെടുന്നത്. മടിയിൽ കനമുള്ളവർ വരുന്ന സമയത്ത് അതുവരെ കൂടെ ഉണ്ടായിരുന്നവരെ മറക്കുന്ന ഈ പരിപാടിയെ, ഈ വൃത്തികെട്ട പരിപാടിയെ ഈ നാട്ടിൽ പറയുന്ന പേര് മറ്റൊന്നാണ്. അത് നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഇപ്പം നിങ്ങൾക്ക് എന്നെ ആവശ്യമില്ലാലേ, എന്നെ നിങ്ങൾ നൈസായി ഒഴിവാക്കിയല്ലേ എന്നൊക്കെ വരുൺ അങ്ങനെ മാനസയോടും ജയമോഹനോടും ചോദിക്കുകയാണ്. എന്നാൽ വരുണിൻ്റെ വാക്കുകൾ അതിര് കടക്കുമ്പോൾ മാനസയും ജയമോഹനും നാണം കെട്ട് തിരിച്ചൊന്നും പറയാനാവാതെ മിണ്ടാതെ അങ്ങനെ എല്ലാം കേട്ടും സഹിച്ചും നിൽക്കുകയാണ്. പിന്നീട് സുജു ആണെങ്കിൽ കൃഷി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. ബലരാമനാണ് ഇതിന് പിന്നിലെന്ന് സുജുവിന് ഒട്ടും തന്നെ വിശ്വാസമാവുന്നില്ല. അങ്ങനെ സുജു ഒറ്റയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് സാഗർ വരുന്നത്. സുജു എന്നിട്ട് സാഗറിനോട് പറയുന്നുണ്ട്, കൃഷും കൺമണിയും ഇത്രയും ഉറപ്പിച്ച് പറയണമെങ്കിൽ ബലരാമൻ തന്നെ ആയിരിക്കില്ലേ ഇതിന് പിന്നിലെന്ന് സുജു അങ്ങനെ സാഗറിനോട് പറയുകയാണ്. അങ്ങനെ സുജുവും സാഗർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് കൃപയും ബലരാമനും വരുന്നുണ്ട്. ബലരാമൻ എന്നിട്ട് സുജുവിനോടും സാഗറിനോടും പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ ഈ ആക്രമണത്തിന് പിന്നിൽ ഞാനാണെന്നല്ലേ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം, കൃഷും കൺമണിയും ഇപ്പോഴും യഥാർത്ഥ പ്രതികളെയല്ല പിടികൂടാൻ ശ്രമിക്കുന്നത്. എങ്ങനെയെങ്കിലും ഞാനാണ് പ്രതിയെന്നാണ് അവര് വരുത്തി തീർക്കാൻ നോക്കുന്നത്. ഇതെന്തായാലും ഞാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് ബലരാമൻ അങ്ങനെ സാഗറിനോടും സുജുവിനോടും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. എന്തു പറയണമെന്നറിയാതെ സാഗറും സുജുവും കൃപയും ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് കൃഷും കൺമണിയും സാഗറിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി അങ്ങനെ നടന്നു പോവുകയാണ്. ബലരാമൻ്റെ ഇത്രയും ഹീനമായ പ്രവൃത്തിയെ അങ്ങനെ സംസാരിച്ചുകൊണ്ടാണ് കൃഷും കൺമണിയും പോകുന്നത്. വീട്ടിലെത്തിയ കൺമണിയെ ധനലക്ഷ്മിയും ശാന്തമായും ഇട്ടു പൊരിക്കുന്നുണ്ട്. എന്നാൽ കൺമണിയാണെങ്കിൽ അവർക്ക് തക്ക മറുപടി കൊടുത്തുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. ഇതോടെയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.